അയ്യോ അയ്യോ എന്നെ വിട് അയ്യോ എന്നെ അയ്യോ എടാ മാറാ വിടല്ലേ വിട് അയ്യോ എന്നെ വിട് വിടാ വിടല്ലേ അയ്യോ 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 എന്നെ വിട് എന്നെ വിട് അയ്യോ വിടാ വിടന്നെ വിടന്നെ അയ്യോ അയ്യോ വേണ്ട വേണ്ട മോനെ. അമ്മ എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ അവനെ കൊല്ലുമായിരുന്നു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. കഴിഞ്ഞതെല്ലാം മറക്കാമെന്ന് ഞാൻ കരുതി. അമ്മ കിടന്നുറങ്ങിക്കൊള്ളൂ. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി കരുതിയാൽ മതി. അമ്മേ 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 വരൂ, വേഗം വരൂ. നീ വരൂ, വേഗം വരൂ, വരൂ. അയ്യോ എന്റെ ഈശ്വരാ.
എന്റെ അമ്മയെയാണ് അവൻ അവമാനിച്ചത്. സ്വന്തം അമ്മയെ ഒരു മകന്റെ മുമ്പിൽ വെച്ച് അവമാനിച്ചാൽ ഏത് മകന് കഴിയും നോക്കി നിൽക്കാൻ? കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ അവനെ കൊല്ലുമായിരുന്നു. അത് മാത്രമോ, ആകപ്പാടെയുള്ള കിടപ്പാടം അവൻ തീ വെച്ച് നശിപ്പിച്ചു. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? കയ്യും കെട്ടി നോക്കി നിൽക്കണം. ആണായി പിറന്ന് ആരും ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. അത് തെറ്റാണെന്നാണ് ഈ കോടതിയുടെ വിധിയെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. പക്ഷേ എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. മടപ്പറമ്പിൽ ഗോപാലൻ നായരുടെ മകൾ അമ്മിണി എന്ന് വിളിക്കുന്ന ഭാർഗവി 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 ഹാജരുണ്ടോ? ഭാർഗവി ഹാജരുണ്ടോ? പേര്? അമ്മിണി. പ്രതി നിങ്ങളുടെ ആരാണ്? ഉണ്ണി എന്റെ മകനാണ്. നിങ്ങളുടെ വീട്? കുറച്ചകലെയാണ്. കുറച്ചകലെ എന്ന് പറഞ്ഞാൽ? കുട്ടനാട്ടിൽ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഉണ്ണിയും മാത്രം. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ്? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ വിവാഹിതയല്ല. അപ്പോൾ ഉണ്ണിയുടെ അച്ഛൻ? ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം പറയൂ. പറയൂ. ജീവിച്ചിരിപ്പുണ്ട്. അതല്ല ചോദിച്ചത്. അദ്ദേഹം ഇല്ല, ഞാൻ പറയില്ല. അതെനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ പറയില്ല. യുവർ ഓണർ, ഷീ ഈസ് അവോയ്ഡിംഗ് മൈ ക്വസ്റ്റ്യൻസ്. യുവർ ഓണർ, ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഈ കേസിൽ പ്രസക്തില്ല. ഐ ഒബ്ജക്റ്റ് ഇറ്റ്. തീർച്ചയായും പ്രസക്തിയുണ്ട്. ഈ കേസ് വെള്ളിയാഴ്ചത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ദി കോർട്ട് ഇസ് അഡ്ജേൺഡ്. നിർത്തൂ. ഒന്നും ഞാൻ ഇതേവരെ ചോദിച്ചിട്ടില്ല. ഇന്നാദ്യമായി കാല് പിടിച്ച് കണ്ണീരോടെ ഞാൻ യാചിക്കുകയാണ്. എന്റെ മോൻ, എനിക്കവൻ മാത്രമേ ഉള്ളൂ. അവനെ രക്ഷിക്കണം. ഞാൻ ഒരു ന്യായാധിപനാണ്. അങ്ങും ഒരച്ഛനല്ലേ? പോകാം. നിങ്ങളെ, എന്റെ പേര് മത്തായി. എല്ലാവരും സാക്ഷി മത്തായി എന്ന് വിളിക്കും. ഞാൻ കള്ളസാക്ഷി പറയുന്നവനും കൊളരാത്തവനുമാണെന്നാണ് ആളുകൾ പറയണത്. വയറ്റിപ്പഴപ്പിന് വേണ്ടി പല വേഷവും കിട്ടും. വിശപ്പല്ല പെങ്ങളെ ഏറ്റവും വലുത്. നിങ്ങളുടെ സ്ഥിതി എനിക്കറിയാം. നിങ്ങളുടെ മോന് വേണ്ടി എന്ത് കള്ളസാക്ഷി വേണമെങ്കിലും ഞാൻ പറയാം. കാശിന് വേണ്ടിയല്ല. എനിക്കുമുണ്ട് അമ്മയും പെങ്ങന്മാരും.
പെങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാം.